നമസ്കാരം. നമ്മൾ ഭാഗവതം കഥ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചില വേറെ കഥകൾ പറയാറുണ്ടല്ലോ. ഇന്ന് അതുപോലൊരു കഥയാണ് കേട്ടോ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് ഒരു കഥ മനസ്സിൽ വന്നപ്പോൾ അത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന്. പണ്ടൊരു കാലത്ത് മമ്മിയൂർ ക്ഷേത്രത്തിനായിരുന്നു പേരും പെരുമയും. എല്ലാവരും പോയി കാണും അല്ലേ? മമ്മിയൂർ ഗുരുവായൂർ പോകുമ്പോഴൊക്കെ മമ്മിയൂരും കൂടെ ദർശനം നടത്തണം എന്നാണ് പറയുക. അപ്പോൾ അന്ന് ധാരാളം ആളുകൾ മമ്മിയൂരപ്പനെ കാണാൻ വന്നിരുന്നു. അത്രത്തോളം ആളുകൾ അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരുന്നില്ല. അക്കാലത്തൊരു ദിവസം ഒരു വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ അവിടെ എത്തി. രാത്രി ഒരു 10 മണി കഴിഞ്ഞിരിക്കും. വാതുക്കൽ ആ സമയത്തും ഒരു വിളക്ക് മിന്നി കത്തുന്നുണ്ടായിരുന്നു. ആൾ താമസമുള്ള ഏതോ പഴയ തറവാടായിരിക്കുമെന്നാണ് വൃദ്ധൻ കരുതിയത്. മമ്മിയൂരമ്പലത്തിലാണ് കേട്ടോ എത്തിയിരിക്കണതേ. അന്ന് ഇന്നത്തെ പോലെ ലോഡ്ജുകളും ഹോട്ടലുകളും ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. വീട് വിട്ട് അകലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ക്ഷേത്രങ്ങൾക്ക് അടുത്തുള്ള വീടുകളിൽ താമസിച്ചു പോന്നു. ഇന്നിപ്പോൾ അതൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ? വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അന്ന് അങ്ങനെ മനുഷ്യർ തമ്മിൽ അവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് വീടുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അന്നത്തെ തറവാട്ടുകാർ ഇങ്ങനെ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ മടി കാണിച്ചിരുന്നുമില്ല. ഒരു വൃദ്ധൻ അങ്ങനെ മമ്മിയൂർ അമ്പലത്തിൻ്റെ വാതുക്കൽ മുട്ടി വിളിക്കുകയാണ്. അപ്പോൾ കുറേ നേരം വിളിച്ചപ്പോൾ ഒരാൾ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ അമ്പലമാണെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെ മുട്ടണമെന്ന് പറഞ്ഞല്ലോ, അത് ഒരു പഴയ തറവാടായിരിക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്താ വേണ്ടത്? വാതിൽ തുറന്ന ആൾ വൃദ്ധനോട് ചോദിച്ചു. ഒരു വഴിയാത്രക്കാരനാണ്. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ എത്തി. അന്തി ഉറങ്ങാൻ ഇടവും അത്താഴത്തിനുള്ള വകയും വേണം. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഇവിടെ ഒന്നിനും നിവൃത്തിയില്ല. ഞങ്ങൾ 3 നാൾ ഇവിടെ ഉണ്ട്. ഇനി ഒരാൾക്ക് കൂടി ഇവിടെ ഇടമില്ല. അപ്പോൾ യാത്രക്കാരൻ വിട്ടില്ല. അങ്ങനെ പറയരുത്, ആ തിണ്ണയിലെങ്ങാനും ഞാൻ കിടന്നോളാം. അപ്പോൾ വീട്ടുകാരൻ, ഇവിടെ എൻ്റെ 2 ഭാര്യമാരും ഞാനുമാണ് ഉള്ളത്. നിങ്ങൾക്ക് കൂടി തങ്ങാൻ സാധ്യമല്ല. ഈ വഴിക്ക് അല്പം പോയിട്ട് ഇടത്തോട്ട് മാറിയാൽ ഒരു വലിയ വീടുണ്ട്. വീട്ടുകാരൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്. അവിടെ പോയി മുട്ടി വിളിക്കൂ. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും കിട്ടും. അപ്പോൾ യാത്രക്കാരനാണെങ്കിൽ നന്നേ തളർന്നിരുന്നു കേട്ടോ. ഇനി മറ്റൊരിടത്തേക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാവും? ഇവിടെയാണെങ്കിൽ പ്രവേശിപ്പിക്കണില്ലല്ലോ ഈ വീട്ടുകാരൻ. അപ്പോൾ കൂരിരുട്ട്, മഞ്ഞ് പൊഴിയുന്നു. സഹിക്കാനാവാത്ത വിശപ്പുണ്ട്. അയാൾ നടന്നു. ആ വീട്ടുകാരൻ കാട്ടിയ വഴിക്ക് തന്നെ പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വീടുണ്ട്. മുനിഞ്ഞു കത്തുന്ന ഒരു കൊച്ചു വിളക്ക്. താൻ അടുത്തെത്തും മുമ്പ് വിളക്ക് അണഞ്ഞു പോകുമോ എന്ന് യാത്രക്കാരൻ സംശയിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ. അയാളുടെ കാലുകൾക്ക് വേഗം കൂടി. കെടാറായ വിളക്കിൻ്റെ തിരി ചൂണ്ടി എന്നിട്ട് വാതിലിൽ മുട്ടി വിളിച്ചു, ഗോവിന്ദാ ഗോവിന്ദാ. ആരും വിളി കേട്ടില്ല. വീണ്ടും മുട്ടി. അയാൾ വിളിച്ചു പറഞ്ഞു, ഗോവിന്ദാ, ഈ വാതിലൊന്ന് തുറക്കൂ. വിളക്ക് ഇപ്പോൾ അണയും. വെളിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. വേഗം വാതിൽ തുറക്കൂ. വളരെ നേരം അയാൾ അവിടെ തന്നെ നിന്ന് വിളിച്ചു കൂവി. അങ്ങനെ അവസാനം ആ വാതിലൊന്ന് തുറന്നു. കയ്യിലെ തൂക്കുവിളക്കുമായി ഒരാൾ തുറന്ന വാതിലിലൂടെ തല ഇങ്ങനെ പുറത്ത് കാട്ടി. എന്നിട്ട് ചോദിച്ചു, എന്ത് വേണം? യാത്രക്കാരൻ കാര്യം പറഞ്ഞു. പുറത്ത് കൊടും തണുപ്പാണ്. രാത്രി കഴിച്ചു കൂട്ടാൻ ഇടം വേണം. നല്ല വിശപ്പും ഉണ്ട്. ആഹാരം കിട്ടണം. വീട്ടുകാരെ യാത്രക്കാരനെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കൈകാൽ കഴുകി വരണം. ഒരാൾക്കുള്ള ആഹാരം ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൃദ്ധന് തൃപ്തിയായി. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ക്ഷീണം പോയി. ഉടൻ തന്നെ പോയിട്ട് കൈയും കാലൊക്കെ ശുദ്ധി വരുത്തി വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നു. ഇത്ര സ്വാദുള്ള ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് പോലും കഴിച്ചിട്ടില്ല എന്ന് തോന്നി. അത് കഴിക്കുമ്പോഴേ ഊണ് കഴിഞ്ഞ് എണീറ്റ് കൈയൊക്കെ കഴുകി വന്നപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, ഇവിടെ കിടക്കാൻ കട്ടിലും മെത്തയും ഒന്നുമില്ല. ഞാനും മിക്കപ്പോഴും ഈ നിലത്താണ് കിടപ്പ്. അതാ ആ പായും വിരിപ്പും എടുത്തോളൂ. അതിനുള്ളിൽ തലയണയുണ്ട്. അപ്പോൾ വൃദ്ധൻ അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അപ്പോൾ വീട്ടുകാരൻ വീണ്ടും തുടരുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. രാവിലെ എത്താൻ ശ്രമിക്കാം. എന്നെ കണ്ടില്ല അച്ഛാ. അവിടെ തന്നെ വെച്ചാൽ മതി അതൊക്കെ.
അത്യാവശ്യം അല്ലായിരുന്നു വെച്ചാൽ ഞാനും ഇവിടെ തന്നെ കൂടുമായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ഇതും പറഞ്ഞിട്ട് ഇരുട്ടിൽ എവിടെയോ മറഞ്ഞു. മുന്നിലെ ചെറിയ വിളക്ക് കത്തുന്നുണ്ട്. യാത്രക്കാരൻ പായൊക്കെ നിവർത്തിയിട്ടു, വിരിപ്പ് കുടഞ്ഞ് വിരിച്ചു, അതിലിരുന്ന് പ്രാർത്ഥിച്ചു, പിന്നീട് കിടന്നുറങ്ങി. അപ്പോൾ 7:30 വെളുപ്പിന് ക്ഷേത്രത്തിലെ ശംഖനാദം കേട്ടിട്ടാണ് വൃദ്ധൻ ഉണർന്നത്. ചുറ്റും നോക്കി. താൻ എവിടെയാണ് കിടക്കുന്നത്? തനിക്ക് ആഹാരവും പായും വിരിപ്പും തന്ന ആ മനുഷ്യ എവിടെ? ഈ വക കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കെ ക്ഷേത്രത്തിലെ പൂജാരി വന്നു. മണിയടിച്ചു, നട തുറന്നു. വിളക്കിലെ തിരി തെളിഞ്ഞു. ഭക്തജനങ്ങൾ നാരായണ നാരായണ എന്ന് ഉറക്ക വിളിച്ചു. ഒരു ക്ഷേത്രത്തിലാണ് താൻ കിടന്നുറങ്ങിയത്. വൃദ്ധന് ആ ബോധ്യം വന്നു. അപ്പോൾ തന്നെ സൽക്കരിച്ച ആളാരാ? കഴകക്കാരനായിരിക്കുമോ? വൃദ്ധ ബ്രാഹ്മണന് സംശയമായി. ഏതായാലും പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് ബാക്കി കാര്യം. ബ്രാഹ്മണൻ പുറത്തുപോയി കുളി കഴിഞ്ഞു വന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. പൂജാരിയെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തി തനിക്ക് ഇവിടെ ലഭിച്ച സൽക്കാരത്തെ പറ്റി പറഞ്ഞു. പൂജാരിക്ക് ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതമായി. അങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നായി പൂജാരി. കാരണം ഗോവിന്ദൻ എന്ന പേരുള്ള ആരും ഈ അമ്പലത്തിൽ ജോലിക്കാരനായിട്ടില്ല. അതിനു പുറമെ താൻ തലേന്ന് രാത്രിയിൽ അമ്പലം പൂട്ടിപ്പോകുമ്പോൾ ഇതിനുള്ളിൽ ആഹാരമൊന്നും ഉണ്ടായിരുന്നുമില്ല. തുടർന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആളെപ്പറ്റി ആ വൃദ്ധൻ ആ ബ്രാഹ്മണ പൂജാരിയോട് പറഞ്ഞു. പൂജാരി ആലോചിച്ചു. യാത്രക്കാരൻ പറഞ്ഞ അകലത്തിൽ വീടുകളൊന്നുമില്ല. ഇന്നത്തെ കാലമല്ല കേട്ടോ, അതുകൊണ്ടാണ്. ആകെ കൂടി അടുത്തുള്ളത് മമ്മിയൂർ അമ്പലമാണ്. അവിടുത്തെ ദേവൻ തന്നെ ആവണം ബ്രാഹ്മണനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒപ്പം 2 സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞത് ശ്രീ പാർവതിയെയും ഗംഗാദേവിയും ഉദ്ദേശിച്ചാവണം. അപ്പോൾ ഇവിടെ വൃദ്ധനെ സ്വീകരിച്ച ഗോവിന്ദനോ? വൃദ്ധനായ ആ യാത്രക്കാരൻ സത്യാവസ്ഥ മനസ്സിലാക്കി. മമ്മിയൂർ അമ്പലത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ പുലമ്പി. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചു. പിന്നീട് ആ വൃദ്ധൻ എങ്ങോട്ടോ പോയി. അന്ന് മുതൽക്കാണ് ഗുരുവായൂർ അമ്പലത്തിന് പേരും പെരുമയും ഉണ്ടാകാൻ തുടങ്ങിയത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ കേട്ടിട്ടുള്ള കഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.